അതെ, ഇന്ന് തായ് മാംഗോ സാലഡാണ് ഉണ്ടാക്കുന്നത്. ഇത് തായ്ലൻഡ്, മലേഷ്യ എന്നിവിടങ്ങളിലെ ഡിഷാണെങ്കിലും ഇവിടെ ഹോട്ടൽസിലും വെഡ്ഡിങ് പാർട്ടീസിലും ഒക്കെ കിട്ടാറുണ്ട്. തായ് സാലഡ്സ് നല്ല എരിവും പുളിയും മധുരവും ഒരുപോലെ ഉള്ളതാണ്. നല്ല ടേസ്റ്റുള്ള ഒരു സാലഡാണ് കേട്ടോ ഇത്. ഇതിന് ചെറിയ പുളിയും മധുരവും ഉള്ള നല്ല ഫ്ലേവറുള്ള മാങ്ങയാണ് ഇതിന് ആവശ്യം. ഇത് കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യാം. അതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ക്യാരറ്റ് തിൻ സ്ലൈസായിട്ട് കട്ട് ചെയ്യാം. പിന്നീട് കുക്കുംബറും അരിഞ്ഞ് എല്ലാം കൂടെ ഒരു ബൗളിലാക്കി വയ്ക്കാം. ഈ സാലഡിന് നല്ല എരിവുള്ള മുളകാണ് ആവശ്യം. തായ് മുളക് ആണ് ഇതിന് ഏറ്റവും നല്ലത്. നല്ലപോലെ പഴുത്ത കാന്താരിയും ചതച്ച് ചേർക്കാം. ഞാൻ എരിവുള്ള പച്ചമുളക് 3 എടുത്ത് ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സവോളയും നീളത്തിൽ അരിഞ്ഞ് വെക്കുവാണ്. ഇനി ഒരു ബൗളിൽ ഒരു 3 ടീസ്പൂൺ കോക്കനട്ട് ഷുഗർ ചേർക്കുവാണ്. കരിപ്പട്ടി ശർക്കരയോ സാധാരണ ശർക്കരയോ പൊടിച്ച് ചേർക്കാം. ഇനി അതിലേക്ക് തായ് ഫിഷ് സോസ് ചേർക്കുന്നു. ഈ ഫിഷ് സോസ് എന്ന് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും സാലഡിന് നല്ല ഫ്ലേവർ തരുന്നത് ഈ സോസാണ്. ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെയും ഫ്ലേവർ നമുക്ക് അനുഭവവേദ്യമാകാനായിട്ട് ഈ സോസ് സഹായിക്കും. സോസ് ചേർത്ത് കഴിഞ്ഞ് ബൗളിലേക്ക് മുളകും സവോളയും അരിഞ്ഞത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. കൈകൊണ്ട് ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത്. ഈ സമയത്ത് ഇഷ്ടത്തിനനുസരിച്ച് നാരങ്ങാനീര് ചേർക്കാം, അതുപോലെ മല്ലിയിലയും. ഇത് രണ്ടും ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. പേഴ്സണലി ഇത് രണ്ടും എനിക്ക് ഇഷ്ടമാണ്. ഇവ രണ്ടും ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. ഇനി എല്ലാ വെജിറ്റബിൾസും മാങ്ങയും കൂടി ചേർത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ, കാരണം സോസിന് ഉപ്പുണ്ട്. മാങ്ങ കുറവാണെന്ന് തോന്നിയത് കാരണം ഒരു മാങ്ങയും കൂടെ അതിലേക്ക് ചോപ്പ് ചെയ്ത് ചേർക്കുവാണ്. ഇനി അതിലേക്ക് പീനട്ട് സ്കിൻ മാറ്റിയ ശേഷം, റോസ്റ്റഡ് പീനട്ട് സ്കിൻ മാറ്റിയ ശേഷം ഒന്ന് ക്രഷ് ചെയ്ത് അതിലേക്ക് മിക്സ് ചെയ്യാം. സെർവ് ചെയ്യുമ്പോൾ ചതയ്ക്കാത്ത കുറച്ച് പീനട്ട് കൂടി മുകളിലിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഈ തായ് മാംഗോ സാലഡിന് പീനട്ട് ചേർത്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.